നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സലോമോനും ഗ്രെഗറിയും തമ്മിൽ നടന്ന വളരെ രസകരമായിട്ടൊരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1902 ഈ ഗെയിമിൽ സലോമോൻ വൈറ്റ് സൈഡും ഗ്രെഗറി ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മൂവ് ചെയ്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. അടുത്തായി വൈറ്റ് F4 മൂവ് ചെയ്തുകൊണ്ട് വളരെ അഗ്രസീവായിട്ടുള്ള കിങ്സ് ഗാംബിറ്റാണ് കളിക്കുന്നത്. എന്നാൽ ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം തിരിച്ചൊരു ഗാംബിറ്റയാണ് D5 മൂവ് ചെയ്യുന്നു. ഈ ഗാംബിറ്റ് ഫാൽഗ്വീർ കൗണ്ടർ ഗാംബിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റ് ഇപ്പോൾ ഈ സപ്പോർട്ടില്ലാത്ത E5 പോയിന്റാണ് ഇട്ടെടുക്കുന്നതെങ്കിൽ ബ്ലാക്കിന് ക്വീനെ H4 കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ E5 പോയിന്റ് എടുക്കുന്നില്ല, പകരം പോൺ ഉപയോഗിച്ച് D5 പോയിന്റ് എടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ ആ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ F4 പോയിന്റ് എടുക്കാനോ ശ്രമിക്കുന്നില്ല. പകരം ഈ അറ്റാക്കുള്ള പോണിനെ മുന്നോട്ട് കൊണ്ടുപോയാണ് E4 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെതിരെ ഒരു അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. വൈറ്റ് ആ പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് D3 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ആ പോണിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ പോൺ ഉപയോഗിച്ച് പോണോട്ടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പീസ് ഉപയോഗിച്ച് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കാനോ ശ്രമിക്കുന്നില്ല. പകരം ബിഷപ്പിനെ B4 ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റ് പോൺ ഉപയോഗിച്ച് പോണിട്ടാണെങ്കിൽ ബ്ലാക്കിനെ നൈറ്റ് ഉപയോഗിച്ച് തിരിച്ചു വെട്ടാം. വൈറ്റിന്റെ ഈ നൈറ്റ് പിന്നിങ്ങിലായത് കാരണം വൈറ്റിന് നൈറ്റ് ഉപയോഗിച്ച് തിരിച്ചു വെട്ടാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റ് ആദ്യം തന്നെ ഈ പിൻ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ D2 ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. നൈറ്റ് ഉപയോഗിച്ച് D5 പോയിന്റ് ഇട്ടതുകൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. വൈറ്റ് ഇപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനോട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യം ഈ ബിഷപ്പുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അതിനുശേഷം ക്വീൻ ഉപയോഗിച്ച് ഈ നൈറ്റിനെ വേണ്ടി എടുക്കാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. ഇവിടെ നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനോട്ടുന്നതിന് പകരം നൈറ്റ് ഉപയോഗിച്ച് E4 പോയിന്റ് എടുക്കുന്നു. ഈ നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ഇപ്പോൾ ബ്ലാക്കിന്റെ ബിഷപ്പിനെതിരെ ഡിസ്കവേർഡ് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിലും വൈറ്റിന്റെ ബിഷപ്പ് ആ അറ്റാക്കുള്ള ബിഷപ്പിന്റെ പിന്നിങ്ങിലാണുള്ളത്. ബ്ലാക്ക് ഇവിടെ ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബിഷപ്പുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. പകരം നൈറ്റിനെ E3 കൊണ്ടുവന്ന് വൈറ്റിന്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഈ ബിഷപ്പ് പിന്നിങ്ങിലായത് കാരണം ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടാൻ പറ്റില്ല. ഇപ്പോൾ വൈറ്റിന്റെ ക്വീൻ അറ്റാക്കിൽ നിന്ന് മാറുമ്പോൾ നൈറ്റ് വെച്ച് C2 പോയിന്റ് എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ക്വീനെ C1 മൂവ് ചെയ്തുകൊണ്ട് ആ C2 കൺട്രോൾ നിലനിർത്തുന്നതായിരുന്നു വൈറ്റിന്റെ മെയിൻ മൂവ്. എന്നാൽ വൈറ്റ് ഇപ്പോൾ ക്വീനെ C1 മൂവ് ചെയ്യുന്നില്ല, പകരം E2 മൂവ് ചെയ്യുന്നു. ഇതോടെ C2 പോയിന്റിന് സപ്പോർട്ട് ഇല്ലാതായിരിക്കുകയാണ്. ബ്ലാക്ക് ആ ഫോർക്കും ചെക്കിലേക്ക് തന്നെ പോവുകയാണ്. നൈറ്റ് വെച്ച് C2 പോയിന്റ് എടുത്തുകൊണ്ട് ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ കിങ്ങിനെ F2 മൂവ് ചെയ്യാം, അല്ലെങ്കിൽ D1 മൂവ് ചെയ്യാം. വൈറ്റ് ഇവിടെ ബ്ലാക്കിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ കിങ്ങിനെ D1 കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് വേണമെങ്കിൽ ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് വളരെ മികച്ചൊരു ട്രാപ്പിന് ശ്രമിക്കാമായിരുന്നു. അതായത് ഇപ്പോൾ ഈ നൈറ്റ് വെച്ച് റൂക്കിനെ വിട്ടുകയോ അല്ലെങ്കിൽ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് അങ്ങോട്ട് മാറ്റുകയോ ചെയ്യേണ്ട. പകരം അടുത്ത നൈറ്റിനെ C6 ഡെവലപ്പ് ചെയ്താൽ മതി. ഈ സമയത്ത് വൈറ്റ് ആ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നൈറ്റിനെ D4 കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് ബ്ലാക്കിന് വൈറ്റിന്റെ ക്വീനെ നേടിയെടുക്കാമായിരുന്നു. എന്നാൽ ബ്ലാക്ക് ഇവിടെ ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നൈറ്റ് വെച്ച് റൂക്കിനെ വെട്ടിയെടുക്കാനോ ശ്രമിക്കുന്നില്ല. പകരം ആദ്യം തന്നെ നൈറ്റിനെ D4 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ വൈറ്റിന്റെ അടുത്ത മൂവോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം വൈറ്റിന്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റ് ഇവിടെ ക്വീനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാനോ അല്ലെങ്കിൽ ഈ സപ്പോർട്ടില്ലാത്ത ബിഷപ്പിനെ വിട്ടെടുക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. പകരം നൈറ്റിനെ F6 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇത് ഡബിൾ ചെക്കാണ്. ഇപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് ചെക്കും അതുപോലെ ക്വീൻ ഉപയോഗിച്ച് ഡിസ്കവേർഡ് ചെക്കും ഉണ്ട്. ഈ സ്കോറിലേക്കും നൈറ്റിന് കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചെക്ക് ഒഴിവാക്കാനായിട്ട് ബ്ലാക്കിന് ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. കിങ്ങിനെ F8 മൂവ് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഇട്ടിക്കൊണ്ട് വീണ്ടും ചെക്ക് വരും. ഈ സ്കോറിലേക്ക് നൈറ്റിനെ കൺട്രോൾ ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ ക്വീൻ വെച്ച് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യാം. ഇപ്പോൾ പോൺ വെച്ച് ബ്ലോക്ക് ചെയ്താലും ആ പോണിനെ ഇട്ടിക്കൊണ്ട് വീണ്ടും ചെക്ക് വരും. അപ്പോൾ എന്തായാലും ക്വീൻ വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ക്വീനെ ഇതിൽ ഏത് സ്കോറിലേക്ക് കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്താലും ബിഷപ്പ് വെച്ച് ക്വീനോട്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അത് മനസ്സിലായിക്കൊണ്ടാണ് ഇവിടെ നൈറ്റിനെ മാറ്റിക്കൊണ്ട് ഡബിൾ ചെക്ക് വന്നപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്. ഇവിടെ ബ്ലാക്കിൻ്റെ കാൽക്കുലേഷനിൽ വന്ന ചെറിയൊരു മിസ്റ്റേക്കാണ്
ഈ ഗെയിം വേഗത്തിൽ തോൽക്കാൻ കാരണമായത്. അതായത് ഈ നൈറ്റിനെ മാറ്റിക്കൊണ്ടുള്ള ഡിസ്കവേർഡ് ചെക്ക് മിക്കവാറും ബ്ലാക്ക് കണ്ടതായിരിക്കും. അതുകൊണ്ടാവും നൈറ്റ് വെച്ച് ക്വീനെ അറ്റാക്ക് ചെയ്തത്. ഇപ്പോൾ നൈറ്റിനെ ഇങ്ങോട്ട് എവിടെയെങ്കിലും മാറ്റിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നൈറ്റ് വെച്ച് ക്വീനെ വെട്ടിമാറ്റാം. ബ്ലാക്ക് ഇവിടെ ഈ ഡിസ്കവേർഡ് ചെക്ക് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഡബിൾ ചെക്ക് എന്ന ഓപ്ഷൻ വിട്ടുപോയതാണ് ഈ ഗെയിം വേഗത്തിൽ തോക്കാൻ കാരണമായത്. ഈ ഗെയിം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.